മഹന്മാരെ മുൻ തലമുറകളെ കഴിഞ്ഞില്ലെനിക്കാ നിങ്ങളൊരുക്കിയ മണ്ണിനെ മക്കൾക്കാ കാത്തു സൂക്ഷിക്കാൻ മക്കളെ മാപ്പ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്കായി നെയ്ത സ്വപ്നങ്ങൾ പാഴ്ക്കിനാവാ ഈ മണ്ണിൻ ഭാഗമാ ഈ മണ്ണിൽ ലയിക്കുവാൻ മാത്രമാണെൻ വിധി മാത്രമാണെൻ വിധി വന്നു എൻ പൂർവികർ ഈ നാട്ടിൽ പണി ചെയ്തു നാടിൻ പട്ടിണി മാറ്റുവാനാ ചതിക്കുഴികളറിയാതെ എല്ലുമുറിയെ തന്നെ ചോരവിയർപ്പാക്കി ഞാനീ മണ്ണിൻ്റെ ഈ മരങ്ങളുടെ ഈ മലകളുടെ ഈ പുഴകളുടെ ഈ പ്രകൃതിയുടെ ഈ ജനതയുടെ സംരക്ഷണത്തിനാ ഇതാണ് സത്യം എന്നറിയാമെങ്കിലും പേരിട്ടവർ എനിക്കാ കയ്യേറ്റക്കാരൻ ഭൂമാഫിയകളുടെ ബിനാമി ഞാൻ ക്വാറി മാഫിയകളുടെ ബിനാമി ഞാൻ മണൽ മാഫിയകളുടെ ബിനാമി ഞാൻ എനിക്കറിയില്ല ഇവരൊക്കെയാരെന്ന് വോട്ടു ചോദിച്ചു വന്ന ഖദർദാരികൾക്കു ഞാൻ വെള്ളവും കൊടുത്തു വോട്ടും കൊടുത്തു എന്റെ സ്വപ്നങ്ങൾക്കായി അങ്ങേതോ ഡൽഹിയിൽ പോയി വികസനത്തിൻ്റെ കോടികൾ കൊണ്ടുവരുമെന്നവരോതി എന്നാൽ ഇന്നെന്നെ കോടി പുതപ്പിച്ചു കിടത്താനവർ ധൃതി വയ്ക്കുന്നു എന്റെ ശവപേടകത്തിൻ്റെ ആണികളവർ അടിച്ചു മുറുക്കുന്നു സീറ്റുകൾ മാത്രമാണവർക്കാവശ്യം നോട്ടുമാലകൾ മാത്രമാണവർക്കാവശ്യം വന്നു കണ്ടു കീഴടക്കി പിച്ചി ചീന്തിയെറിഞ്ഞവർ ഈ മണ്ണിനയവർ വെളുത്ത തൊലിയുള്ളവർ ഗാന്ധി എനിക്കായി പൊരുതിയാട്ടിയോടിച്ചവർ ഇന്നു ഗദറിട്ട നാഥുറാം ഗോഡ്സെമാർ ഈ മണ്ണിനെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ മണ്ണിനെ ഒറ്റിക്കൊടുക്കുന്നു അറിയില്ല പകരമായെന്ത് 30 വെള്ളിക്കാശോ ഇല്ല കിട്ടിയിട്ടുണ്ടാവില്ല അല്പന്മാർക്കതിൽ കൂടുതൽ ബന്ധനമാണെന്റെ കൈകാലുകളിൽ പരിസ്ഥിതി ദുർബല വനാവകാശ വന്യജീവി സംരക്ഷണ
ജൈവ വൈവിധ്യ നിയമങ്ങളൻ ജീവിതത്തെ തളച്ചിടുന്നു. അറിയില്ല എന്തുകൊണ്ടീ വിധി, ഈ ദുർവിധി എന്റെ പാഴ് ജന്മത്തിൻ, ഈ വിഡ്ഢിവേഷത്തിൻ, ഈ ദൈന്യ ജീവിതത്തിൻ കഥയെന്ത് ഇനി എന്ത് അറിയില്ല. മാപ്പ് മൺമറഞ്ഞ മുൻ തലമുറകളെ, മാപ്പ് ഒന്നുമറിയാതെ നിഷ്കളങ്കമായി ചിരിക്കുന്ന വരും തലമുറകളെ. കഴിഞ്ഞില്ലെനിക്ക് മണ്ണിനെ കാത്തു സൂക്ഷിക്കാൻ. അല്ല, ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത്? എന്താ അച്ഛാ? ചങ്കുപൊട്ടി പണിതുണ്ടാക്കിയ മുതലൊക്കെയാ. എന്തിനാ വിളിച്ചേ? സോറി അച്ഛാ, ഇതിനാണോ ഇത്ര വീർപ്പിച്ചിരിക്കുന്നത്? അച്ഛൻ എന്താ പറ്റി? മോടെ കല്യാണത്തിന് വിളിക്കാനുള്ളവരുടെ കാര്യം ഓർക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അമ്മയുടെ കാര്യം ഓർത്തു കാണും അല്ലേ? അതല്ലേ എന്റെ അച്ഛനോട് എന്നെ കണ്ണു നിറഞ്ഞിരിക്കുന്നത്. സാറ് രാവിലെ പോയതാണല്ലോ. അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ മോളെ. പോയിട്ട് എന്തായടാ? സ്ഥലമൊന്നും ആർക്കും വേണ്ടച്ചാ. ഒന്നാമത് പട്ടയമില്ല, മേളി മുല്ലപ്പെരിയാർ നിൽക്കുന്നു. ഇപ്പോഴാണെങ്കിൽ പരിസ്ഥിതിയിലോ അവള് വിഷമിക്കുന്നോന്ന് ഓർക്കുമ്പോൾ ഏക്കറിന് 20 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച സ്ഥലമാ. ഇപ്പൊ 15 തരുമോ എന്ന് ചോദിച്ചപ്പോ പറയുക 3 ഏക്കറിനും കൂടിയാണെങ്കിൽ തരാം. പെര കത്തുമ്പോ വാഴ വെട്ടുന്ന പോലെയാ. അതിനിടയിലേക്ക് ഓരോരുത്തന്മാര് സീറ്റിന് വേണ്ടി കളിച്ചു. അച്ചായൻ ഇങ്ങനെ വിഷമിക്കണ്ട. ഇതെന്റെ സ്ഥലത്തിന്റെ ആധാരമാ. കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് കിട്ടുന്ന പൈസ എടുക്ക. താനിതെന്നാ ഭാവിച്ചോണ്ടാ? അമ്മയില്ലാതെ വളർന്ന കൊച്ചല്ലേ, അവളുടെ കാര്യം ഓർക്കുമ്പോ. ഇപ്പൊ കാപ്പി കിട്ടുമെന്ന് കരുതിയിരുന്നതാ. പാവം. പട്ടയം ബാങ്കിൽ വെച്ചിട്ടോ? ബാങ്കുകാർ എന്തെങ്കിലും ചില്ലറ തരും. ജപ്തി ചെയ്തോണ്ട് പോയാലും അവർക്കൊന്നും കിട്ടാനില്ലല്ലോ. എന്നാ കാപ്പി? എനിക്ക് വേണ്ട മോളെ. എന്നാ ഞാൻ കുടിച്ചോളാം. താൻ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. തന്റെ വണ്ടി ആ ഡ്രൈവറേയും കൂട്ടി ഒന്ന് കൊടുത്തുവിടണം. പഴയ വീട് വരെ ഒന്ന് പോകാനാ. മോടെ കല്യാണമൊക്കെ അല്ലേ. അതിനിപ്പോ എന്നാ? ഒത്തിരി സ്വപ്നങ്ങൾ തകർന്നുപോയ ഒരു പ്രേതാലയമായിരുന്നു. നിങ്ങളുടെ അമ്മയും ഞാനും ഒക്കെ പഠിച്ച സ്കൂളായിരുന്നു. നിങ്ങൾക്ക് മിഠായി വാങ്ങിച്ചുകൊണ്ടിരുന്ന കടയാ. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യമായിട്ടുണ്ടാക്കിയ വീടായിരുന്നു.
EFL നിയമം വെച്ച് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മക്കൾ ഇവിടെ വളർന്നേനെ. എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നില്ലേ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആവോ? ആ മോനെ വാ. സാർ എവിടെയുണ്ടോ? ഓഫീസിൽ കണ്ടില്ല. അങ്ങേര് യുനെസ്കോയിൽ ഒരു മീറ്റിങ്ങിന് പോയതാ. കാർബൺ ഫണ്ടിന്റെ അടുത്ത ഗഡു പാസ്സാകാറായി എന്നാ പറഞ്ഞത്. അതെ, പൈസയുടെ കാര്യം എന്തായി? അത് പറയാനാ വന്നത്. ഉദ്ദേശിച്ച വഴിക്കൊന്നും കാര്യങ്ങൾ ശരിയായില്ല. അപ്പോ ഉള്ള സ്ഥലം എഴുതി തന്നാ മതിയെന്ന് ചോദിച്ചു. ദുർബല മേഖലയിലെ സ്ഥലം ഞങ്ങളുടെ നല്ല കെട്ടിവെക്കാനോ? ഇത് ശരിയാവില്ല. അല്ല, സാറ് പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ലെന്ന്. അദ്ദേഹം ഇതിന്റെ മന്ത്രിയല്ലേ. അങ്ങേരങ്ങനെ പലതും പറയും. നവംബർ 13 ഉത്തരവ് ഇറങ്ങിയപ്പോഴെന്താ പറഞ്ഞത്? കുഴപ്പമില്ലാന്ന്. ഇപ്പോഴോ? മോൻ ഉണ്ടാകുന്നതിന് മുമ്പ് പറയാൻ തുടങ്ങിയതാ പട്ടയം തരുമെന്ന്. എന്നിട്ട് കിട്ടിയോ? സർക്കാർ വെച്ച കമ്മീഷൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ദുർബലമാണ്, വേറെ പണിയും. എന്നിട്ടോ? മുല്ലപ്പെരിയാർ ദുർബലം, പരിസ്ഥിതി ദുർബലം, എല്ലാം ദുർബലം. ഇവിടെ ദുർബലമല്ലാത്ത എന്തേലും ഉണ്ടോ? അതെ, ഞാൻ ഇച്ചിരി തിരക്കില്ല. ഞങ്ങളുടെ കുടുംബശ്രീയെ ഒരു പരിസ്ഥിതി സംഘടനയായി രജിസ്റ്റർ ചെയ്യാൻ പോവുക. അങ്ങേരുടെ ബുദ്ധിയാ. അങ്ങനെ 4 കാശുണ്ടാക്കാൻ നോക്ക്. പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ തുക തന്നാൽ ഇത് നടക്കും. കോളേജിൽ വെച്ച് എന്റെ ചെറുക്കനെ വളച്ചിട്ടിപ്പോ കാശുമില്ല. ഇവളല്ലാതെ വേറെ ഒരുത്തിയും വേണ്ടതായി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ഇരിക്കൂ. താങ്കൾക്ക് തന്ന പണം ഉപയോഗിച്ച് വേണമെങ്കിൽ രാജസ്ഥാൻ മരുഭൂമി മുഴുവൻ എനിക്ക് വനമാക്കാമായിരുന്നു. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? 1ഉം 2ഉമല്ല, കോടികൾ. നോക്കൂ. ജനവാസമില്ലാത്ത എവിടെ മുഴുവൻ കുഴിയെടുത്ത് മരം വെച്ച് പിടിപ്പിക്കണം സാർ. ജനവാസമില്ല അല്ലേ? BC 2000 മുമ്പ് ഇവിടെ ജനവാസമുണ്ടായിരുന്നു. നോക്കൂ തെളിവുകൾ. ഇപ്പോഴുമുണ്ട്. അവിടെ കുറച്ചൊന്നുമല്ല, 50 ലക്ഷത്തോളം ജനങ്ങൾ. ഇടുക്കിയിൽ മാത്രം 11 ലക്ഷം. അവരുടെ പ്രതിഷേധങ്ങൾക്ക് ആര് സമാധാനം പറയും? പ്രതിഷേധത്തെക്കുറിച്ച് പേടിക്കണ്ട സാർ. ഞങ്ങൾ ഉറപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടി വന്നാൽ അടിച്ചൊതുക്കും. ഉറപ്പുകൾ പോലും. ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഇതുപോലുള്ള നിയമമെങ്കിൽ ഞാൻ തീർച്ചയായും ആയുധമെടുത്തേനെ. പക്ഷെ പാവം ജനങ്ങൾ, അവർ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു. ഇതൊന്നും പുറംലോകമറിയാതിരിക്കാൻ മാധ്യമങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ അധികാരവും പണവും കൊണ്ട് നിങ്ങൾ മൂടിക്കെട്ടി. കൊല്ലാൻ വരുന്നവരോട് കൊല്ലരുത് എന്ന് യാചിക്കാനുള്ള അവകാശം പോലും അവർക്കില്ലേ? അവര് പാറമട മാഫിയകളുടെ ആളുകളാണ് സാർ. പാറമടകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് പോലും നിങ്ങളുടെ ഭരണ സംവിധാനത്തിനില്ലെങ്കിൽ ഋഷിരാജ് സിംഗിനെ പോലുള്ള ഉദ്യോഗസ്ഥരെ അത് ഏൽപ്പിച്ചാൽ പോരെ? ഒരുപാട് പാറമടകളെ നിങ്ങൾ ESIയിൽ നിന്ന് ഒഴിവാക്കിയതും ഞാൻ ശ്രദ്ധിച്ചു. നാണമില്ലേ? ഇവിടുന്നും കാശ്, അവിടുന്നും കാശ്. കാശില്ലാത്തവര് ESIയിൽ.
റിപ്പോർട്ടില് ചില പിഴവുകൾ സംഭവിച്ചതാണ് സാർ. റിപ്പോർട്ടിൽ പിഴവുകളുണ്ട് എന്ന് സമ്മതിച്ചിട്ടും അത് നടപ്പാക്കാനുള്ള ഉത്തരവിലെ ഒരു ഫുൾ സ്റ്റോപ്പ് എങ്കിലും മാറ്റിയോ? തെറ്റുപറ്റിയാൽ അത് തിരുത്തണം മിസ്റ്റർ. ഞങ്ങള് കരട് വിജ്ഞാപനം ഇറക്കി സാർ. കരട്? ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധികൾക്ക് അത് വിധേയമായിരിക്കും എന്നുകൂടി നിങ്ങൾ എഴുതി ചേർത്തിട്ടില്ലേ അതിൽ? തെറ്റുകളില്ലാത്ത ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരാൻ പോലും കഴിവില്ലാത്ത ഒരു ഭരണ സംവിധാനമാണോ നിങ്ങളുടേത്? നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല മിസ്റ്റർ. കടൽ തീരം സംരക്ഷിക്കാൻ നിങ്ങൾ തന്ന പ്രൊജക്റ്റും ഞാൻ പരിശോധിച്ചു. അത് മുഴുവൻ നുണകളാണ്. ഇനി മേലിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഘടനയ്ക്കും ഇവിടെ നിന്ന് പണം ലഭിക്കില്ല. നിങ്ങളുടെ ഒരു ഭരണാധികാരിയെയും ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല. നിങ്ങൾക്ക് പോകാം. ഒരു കാര്യം കൂടി, ഒരു ജനകീയ വിപ്ലവത്തെയും ഭരണാധികാരികൾ ജയിച്ച സംഭവം ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓർത്തോളൂ. ഹലോ, എന്ത്? ടി വിയിൽ ന്യൂസ് വന്നെന്നോ? ചാനൽ ഏതാ? ആ, ഇപ്പൊ തന്നെ ഒതുക. വിവാദങ്ങൾക്ക് ഇന്ത്യയിൽ 2 ദിവസത്തെ ആയുസ്യമുള്ളടി. പിന്നെ എല്ലാം നമ്മുടെ മോനുള്ളതല്ലേടി. അവന്റെ സന്തോഷത്തിന് വേണ്ടി ആ കല്യാണം അങ്ങ് നടത്തണം. നീ പറഞ്ഞ സ്ത്രീധന തുക അവർ ഇന്ന് തന്നെ എത്തിക്കും. ഞാൻ അങ്ങോട്ട് വരിക. നമ്മൾ മാത്രമേ ഇത് അറിയാത്തതുണ്ടായി. മോളോട് ഇതെങ്ങനെ പറയാം? അവളിത് അറിഞ്ഞോന്ന് എന്റെ ഒരു സംശയം. ഇന്നലെ മുതൽ മൂഡ് ഓഫാ. മോളെ, എന്റെ മോന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ഭാര്യയുടെ നിർബന്ധം കൊണ്ടാ സ്ത്രീധന തുക പറഞ്ഞത്. താൻ എത്ര വേണമെങ്കിലും എഴുതിയെടുത്തു. വീട്ടിലേക്ക് വന്നാ മതി. നിങ്ങളെപ്പോലെ ഒരാളുടെ മരുമകളായിട്ട് എനിക്ക് ജീവിക്കണ്ട. എന്റെ മോൾ ഇന്ന് വരെ കരഞ്ഞിട്ടില്ലടോ. ഇവിടുത്തെ പാവം ജനങ്ങളെ വിറ്റ് താനുണ്ടാക്കിയ കാശല്ലോടോ. അച്ഛന്ന് വിളിക്കേണ്ടി വന്നത് നിങ്ങളെ പോലെ ഒരാളെയാണല്ലോ. വിദേശികൾ ചവിട്ടി മരിച്ചതിനേക്കാൾ ക്രൂരമായി നിങ്ങൾ സ്വന്തം നാട് വിറ്റ് കാശാക്കിയതിന്റെ കഥകൾ നാളത്തെ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞു നടക്കും. പക്ഷെ ഒന്നോർത്തോ, അക്കൂട്ടത്തിൽ എന്റെ പേരുണ്ടാവില്ല. മോളെ, അച്ഛാ, 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 ചേട്ടായി, അച്ഛാ, അച്ഛാ. അച്ഛാ. എന്റെ അച്ഛനൊന്നും പറ്റി. എന്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച മണ്ണായത്. ഇത് കൈമോശം വരാതെ നിങ്ങൾ നോക്കണം. പോരാടണം മരണം വരെ. ഇന്ത്യ എന്ന പുണ്യഭൂമി കർമ്മഭൂമിയാക്കി മാറ്റി തീർത്തെളിച്ചൊരായിരം യുഗങ്ങളായി നീങ്ങിടുന്നൊരൻ പിതാമഹന്മാരെ പോരാടുമോ ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു. ഇന്ത്യ എന്ന പുണ്യഭൂമി കർമ്മഭൂമിയാക്കി മാറ്റി തീർത്തെളിച്ചൊരായിരം യുഗങ്ങളായി നീങ്ങിടുന്നൊരൻ പിതാമഹന്മാരെ പോരാടുമോ ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു. വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി തോളിലേറ്റി രാഷ്ട്രനേതാക്കളെ നെഞ്ചിലേറ്റി തോളിലേറ്റി ഇന്ത്യ തന്റെ ശബ്ദകത്തിട ഈ മലമടക്കൻ മാറിലലിഞ്ഞ എൻ പിതാമഹന്മാരെ ഞങ്ങളുണ്ട് നിങ്ങളുടെ നദികുടീരങ്ങളിൽ ഇന്നുമെന്നും കാവൽ നിൽക്കുവാൻ, ഇന്നുമെന്നും കാവൽ നിൽക്കുവാൻ. ഇന്ത്യ എന്ന പുണ്യഭൂമി കർമ്മഭൂമിയാക്കി മാറ്റി തീർത്തെളിച്ചൊരായിരം യുഗങ്ങളായി നീങ്ങിടുന്നൊരൻ പിതാമഹന്മാരെ പോരാടുമോ ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു,
ഞങ്ങളിറങ്ങുന്നു. മണ്ണിനോട് മല്ലടിച്ചു പോരടിച്ചു എത്തി നിങ്ങൾ ജീവിതത്തിൻ വഴികളിൽ പതറിയുറച്ചു നിന്നു. ഈ മണ്ണിൻ ഗന്ധമറിഞ്ഞ, ഈ മണ്ണിൻ മനസ്സറിഞ്ഞ എൻ പിതാമഹന്മാരെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നുമെന്നും കാവൽ നിൽക്കുവാൻ, ഇന്നുമെന്നും കാവൽ നിൽക്കുവാൻ. ഇന്ത്യ എന്ന പുണ്യഭൂമി കർമ്മഭൂമിയാക്കി മാറ്റി തീർത്തെളിച്ചൊരായിരം യുഗങ്ങളായി നീങ്ങിടുന്നൊരൻ പിതാമഹന്മാരെ, പോരാടുവാ ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു, ഞങ്ങളിറങ്ങുന്നു. ഇന്ത്യ എന്ന പുണ്യഭൂമി കർമ്മഭൂമിയാക്കി മാറ്റി തീർത്തെളിച്ചൊരായിരം യുഗങ്ങളായി നീങ്ങിടുന്നൊരൻ പിതാമഹന്മാർ.